ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു കുട്ടി വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ജോലിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരത്തെ ഞാൻ ഇന്ന് വീട്ടിലെത്തി. അപ്പം മഴയില്ലാത്തതുകൊണ്ട് ഞാനും അച്ഛനും കൂടി ചൂണ്ടയിടാനായിട്ട് ഇറങ്ങിയതാണ്. കുറേ നേരം മെനക്കെട്ടിട്ട് ഒരു വകയും കിട്ടാത്തത് കൊണ്ട് തിരിച്ച് വീട്ടിലെത്തി. അപ്പോഴേക്കും മഴയും പെയ്യാൻ തുടങ്ങി. എന്തായാലും മഴയൊക്കെയല്ലേ, അപ്പോൾ രാത്രിയിൽ ചോറിന് പകരം പുട്ടും മീൻകറി ആക്കിയാലോ എന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു. അമ്മ പെട്ടെന്ന് തന്നെ തലേദിവസം ബാക്കിയുണ്ടായിരുന്ന റവ എടുത്ത് പുട്ടുണ്ടാക്കാമെന്ന് തുടങ്ങി. റവ പുട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതിലേക്ക് ഉപ്പുമൊക്കെ ഇട്ട് പിന്നെ കുറച്ച് ജീരകം എടുത്തിട്ട് നല്ലപോലെ ഞെരടി പുട്ടിലോട്ട് ചേർത്തിട്ട് നല്ലപോലെ കുഴച്ച് അമ്മ അത് പാകത്തിന് സെറ്റാക്കി എടുത്തു പെട്ടെന്ന് തന്നെ. ഇന്ന് പക്ഷേ പുട്ടുണ്ടാക്കുന്നത് നമ്മൾ പുട്ടുകുറ്റിയിലല്ല. ശരിക്കും നമ്മുടെ പുട്ടുകുറ്റി കേടായതുകൊണ്ട് ഇഡലിക്കുട്ടകത്തിൻ്റെ അകത്ത് തന്നെയാണ് പുട്ടുണ്ടാക്കുന്നത്. അതിലേക്ക് ചീടാനുള്ള തേങ്ങയാണ് എൻ്റെ അമ്മ ചിരകിക്കൊണ്ടിരിക്കുന്നത്. ആ സമയം എൻ്റെ അച്ഛനാണെങ്കിൽ ന്യൂസൊക്കെ വെച്ച് കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ പരിപാടിയെല്ലാം പെട്ടെന്നായിരുന്നു. പെട്ടെന്ന് തന്നെ അമ്മ പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങി. ഈ ഇഡലിക്കുട്ടത്തിൻ്റെ അകത്താണ് പുട്ടുണ്ടാക്കുന്നത്. ഇനി പുട്ടിനുള്ള കറി എന്താണെന്ന് കാണണ്ടേ. അടിപൊളി വരാല് കറിയാണ്. ദേ കണ്ടില്ലേ, ഈ ചട്ടി നിറയെ വരാല് കറി. പുട്ടാകുന്ന സമയം കൊണ്ട് നമുക്കൊരു ലൂഡോ കളിച്ചാലോ എന്ന് വൈഫ് പറഞ്ഞതുകൊണ്ടുള്ള ലൂഡോ കളി. കുറേ നേരം കളിച്ചു. ആരും തോറ്റൊന്നുമില്ല. കുഞ്ഞ് കരഞ്ഞതുകൊണ്ട് അവൾ പകുതിക്ക് വെച്ച് ഇട്ടിട്ട് പോയി. അപ്പോഴേക്ക് പുട്ട് സെറ്റായി. കൊതി അടക്കാനാത്തത് കൊണ്ട് നേരെ ചെന്ന് ചൂട് പുട്ടിൻ്റെ അകത്തോട്ട് മീൻ കറി എടുത്ത് കുഴച്ച് നല്ല പോലെ അങ്ങോട്ടൊരു പിടി പിടിക്കാൻ നോക്കി. വരാല് കറി ഒരു രക്ഷയില്ല. ചൂട് പുട്ടിനോടൊപ്പം ആയതുകൊണ്ട് ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു. ഇപ്പോഴും മഴ പുറത്ത് തകർക്കുകയാണ്. നമ്മുടെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.